Afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത് നിർത്തിയത്. ഓക്കെ, ഇനി നമുക്കപ്പോ തിരിച്ച് ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി. ഇവിടെ നമ്മൾ 2 പോയിന്റ് ജസ്റ്റ് പറഞ്ഞു നിർത്തിയായിരുന്നു. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സും കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. അവിടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അല്ലെ, അവിടെ ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ആണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് ആൻസറിങ് ഫോൺ കോൾസ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവിടെ നോക്കാം എന്താണ് the outpatient secretary is accountable for answering phone calls and directing patients to the concerned department or staff member. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താണെങ്കിലും അല്ലെ അവർക്ക് വരുന്ന ഫോൺ കോളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് തന്നെ മറുപടികൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ദെൻ പേഷ്യൻസിനാണെങ്കിൽ തന്നെ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവരെ അതിനനുസരിച്ചിട്ട് മറുപടികൾ അല്ലെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുത്തി തന്നെ അവർക്ക് മറുപടികളെല്ലാം കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പേഷ്യൻസിനോട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അല്ലെ ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടും അത് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് തന്നെ മറുപടികളൊക്കെ കൊടുക്കാനായിട്ടും ബാധ്യസ്ഥനാണ് സെക്രട്ടറി എന്ന വ്യക്തി. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റിന് ഒരുപാട് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കണം അല്ലെ. The outpatient secretary maintains exact and up-to-date patient information in the hospital's electronic medical record system, which includes demographic information, medical history, and insurance information. ഓക്കെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്ഡേഷൻസ് എപ്പോഴും കറക്റ്റ് ആക്കി കൊണ്ടുപോകണം അല്ലെ. മെഡിക്കൽ റെക്കോർഡിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ആക്കി കൊണ്ടുപോകണം. മെഡിക്കൽ റെക്കോർഡിൽ അതെല്ലാം തീർച്ചപ്പെടുത്തേണ്ടതാണ്. നമുക്കറിയാം ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഏജും ഡേറ്റും അല്ലെ അതൊക്കെ വേരിയേഷൻസ് വരും അല്ലെ. സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ ചികിത്സിക്കുന്ന ഓരോ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ ഓരോ വർഷം കൂടുന്നതും അവരുടെ ഏജിൽ വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും അല്ലെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും എല്ലാം തന്നെ അതിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി നമുക്കറിയാം സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ തരത്തിലുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ അതിലായിരിക്കും റെക്കോർഡിക്കലി അവിടെ കീപ്പ് ചെയ്യുന്നത്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഫോർമേഷൻസ് അല്ലെ കാലയളവുകൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ ക്ലെയിമുകൾക്ക് വേരിയേഷൻസ് വരാം. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ തന്നെ ഇൻഷുറൻസ് പാക്കേജ് അർഹതപ്പെട്ട വ്യക്തിയാണോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് നിലപാടുകളൊക്കെ സ്വീകരിക്കേണ്ടത് ആരാണ്, അതൊക്കെ ക്രമീകരിക്കേണ്ടത് ആരാണ്, എന്താണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ഓക്കെ അല്ലേ. തേർഡ് പോയിന്റ് എന്താ പറയുന്നത് ആൻസറിങ് ഫോൺ കോൾസ് ആൻഡ് ഫോർത്ത് പോയിന്റ് മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഓക്കെ അല്ലേ. പ്രശ്നമൊക്കെ കഴിഞ്ഞ് വളരെ അല്ലെ വളരെ തിയറി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകേണ്ട പോയിന്റ്സ് ആണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യം പറഞ്ഞു. ദ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രോസസ് requests for medical records, make sure that the patient's confidentiality is kept, and release medical records to authorized individuals. ഓക്കെ, നമുക്കറിയാം എപ്പോഴും ഈ മെഡിക്കൽ റെക്കോർഡൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിക്കണം അല്ലെ. അതിലെല്ലാം റെക്കോർഡിക്കലി അത് മസ്റ്റായിട്ട് അപ്ഡേഷനൊക്കെ വരുത്തേണ്ടതാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അല്ലെ അവിടെ പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, അതായത്
അവരെ വിശ്വാസയോഗ്യത്തോടു കൂടിയിട്ടായിരിക്കും അല്ലെ അവരുടേതായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഒന്നും മറ്റൊരു തേർഡ് പാർട്ടിക്കൊന്നും മനസ്സിലാക്കത്തക്ക വിധത്തിൽ അത് കീപ്പ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെ അവിടെ അധികാരപ്പെട്ട വ്യക്തികൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ കൈമാറേണ്ടതുണ്ടെങ്കിൽ അത് കൈമാറുകയും ചെയ്യാനായിട്ട് നമുക്കറിയാം സെക്രട്ടറിയുടെ ഒരു അല്ലെ പെർമിഷനോട് കൂടിയിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അല്ലെ റിലീസ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അതനുസരിച്ച് അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുന്നു. സോ പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്ഡേഷൻ എപ്പോഴും കീപ്പ് ചെയ്യണം. അതിൽ എല്ലാം തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു അല്ലെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും മെഡിക്കൽ ഹിസ്റ്ററികളും ഇൻഷുറൻസ് ഇൻഫോർമേഷൻസ് ഒക്കെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ആ റെക്കോർഡുകൾ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ അത് സൂക്ഷിക്കണം. ദെൻ ആർക്കെങ്കിലും പ്രദർശിപ്പിച്ച് കൊടുക്കേണ്ടതല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ അവർക്ക് മാത്രം അല്ലെ ആ ഇൻഡിവിജ്വൽസിന് മാത്രം തന്നെ കൈമാറാനായിട്ട് ശ്രമിക്കുകയും വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെ. ആരാണ് അതിന് യോഗ്യമായ വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യം. ഓപ്ഷനിൽ നമുക്ക് പല ഓപ്ഷൻസുകൾ ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റർ ആണോ, മെഡിക്കൽ സെക്രട്ടറി ആണോ, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണോ എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഓപ്ഷനുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഓരോ പോയിന്റ്സും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ പ്രോസസ്സിങ് അത് തീർച്ചയായിട്ടും നമുക്കറിയാം ആരുടെ മേൽനോട്ടത്തിൽ അണ്ടറിൽ തന്നെയായിരിക്കും, സെക്രട്ടറിയുടെ അണ്ടറിൽ തന്നെയായിരിക്കും അത്തരത്തിലുള്ള പെർമിഷൻ ഒക്കെ ലഭ്യമാകുന്നത്. ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഓക്കെ, നമുക്കറിയാം വിവിധങ്ങളായ കാര്യങ്ങളെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന പല കാര്യങ്ങൾ കൂടി ഇദ്ദേഹം ചെയ്യേണ്ടതുണ്ടാവും. നോക്കാം. ദ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറീസ് അക്കൗണ്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടാസ്ക്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ നൽകുന്ന വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട്. ലൈക്ക് ഓർഡറിംഗ് ഓഫീസർ, സപ്ലൈസ്, ഫയലിംഗ് പേപ്പർ വർക്ക് ആൻഡ് മാനേജിംഗ് ട്രാൻസ്പോർട്ട്. ഓക്കെ, പല വിധത്തിലുള്ള എഴുത്തുകുത്തുകള് അല്ലെങ്കിൽ പേപ്പർ വർക്ക്, ഫയലിംഗ് അല്ലെ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്കുകൾ ഉണ്ടാവാം. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഫയൽ ചെയ്യേണ്ടതുണ്ടാവാം. ദെൻ ലൈക്ക് ഓഫീസ് സപ്ലൈസ്, ഇങ്ങനെയൊക്കെ ഓർഡർ കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരിലാണ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരിക. അത്തരത്തിലുള്ള ഡ്യൂട്ടിയും തീർച്ചയായിട്ടും മെഡിക്കൽ സെക്രട്ടറിക്ക് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ നിഷിദ്ധമായിട്ടുള്ള ഡ്യൂട്ടികൾ പെടുന്നതാണ്. ഓക്കെ, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. Then providing customer service. Okay, customer service എങ്ങനെയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയുക? അവരാണ് പേഷ്യന്റ് ആയിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവരോട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ എത്രയും പെട്ടെന്ന് നമുക്കറിയാം. ഒരു പേഷ്യന്റ് വരുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല ഒരു അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും അല്ലെ. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഔട്ട് പേഷ്യന്റ് ആ ഒരു ഇതിലേക്ക് കെട്ടുന്നത്. ആ ഒരു സെക്രട്ടറിയുടെ തലത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും അവര് അല്ലെ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവയർനെസ് ലഭ്യമാകുന്നത് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ കസ്റ്റമർ സർവീസുകളൊക്കെ പ്രദാനം ചെയ്യുന്നതുണ്ടായെങ്കിൽ അല്ലെ ഏതെങ്കിലുമൊക്കെ സർവീസുകളൊക്കെ നമുക്കറിയാം എന്താണ് ഇൻ കേസ് വാട്സപ്പിലൂടെയൊക്കെ ഇതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർക്ക് റിസൾട്ടുകളൊക്കെ എത്തിച്ചു തരികയോ മറ്റേ ഏതെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഹോസ്പിറ്റലിൽ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണം. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറീസ് ഓപ്പൺ ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ പേഷ്യൻസ്. സോ പ്രൊവൈഡിങ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ജോബ്. സോ നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസുകൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. Overall, an outpatient secretary plays a key role in making sure that outpatient department runs smoothly and efficiently and that the patients obtain a high quality care. Okay, നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നല്ല ഫലപ്രദമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേഷ്യന്റ് നേടിയെടുക്കുന്നത് ഹൈ ക്വാളിറ്റിയോടെ അല്ലെ നല്ല ഗുണനിലവാരമായിട്ടുള്ള സേവനങ്ങളാണ്.
ശുശ്രൂഷ കാര്യങ്ങളാണ് പേഷ്യൻസ് നേടിയെടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. സ്ട്രോങ് ഓർഗനൈസേഷൻ സ്കിൽസ്, attention to detail, and excellent communication skills are necessary for success in this role. ഓക്കെ, പറഞ്ഞ ഈ നല്ലൊരു പങ്ക് അല്ലെ, ഈ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് വളരെയധികം ഗുണങ്ങൾ ആവശ്യമാണ് അല്ലെ. വിവിധ ഗുണങ്ങൾ വേണ്ടേ? എന്തൊക്കെ ഗുണങ്ങളായിരിക്കും? എന്തൊക്കെ ഗുണങ്ങളൊക്കെ അവർക്ക് വേണ്ടിയതായിട്ട് വരും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക്? ഒരു ഗുണം വേണ്ടേ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക്? മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ല ഡീലിംഗ് നടത്തിയെങ്കിൽ മാത്രമാണ് അല്ലെ നല്ല രീതിയിൽ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പലതരത്തിലുള്ള ഗുണങ്ങൾ ആവശ്യമില്ലേ? വേണ്ടിവരില്ലേ? വേണ്ടിവരും അല്ലെ. ഏതൊക്കെ ഗുണങ്ങളാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങളായിരിക്കാം അവർക്ക് വേണ്ടി വരുന്നത്? ഞാനത് പറഞ്ഞു പോയി, എങ്കിൽ കൂടി നിങ്ങൾക്കത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, പൊളൈറ്റ് ആയിരിക്കണം. ഓക്കെ, കാരണം പബ്ലിക്കായിട്ട് നല്ല ഡീലിംഗ് നടത്തുന്നതാണ് അല്ലെ. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് കൊടുക്കണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റിയെ കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കും. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ ആശയവിനിമയം നടത്തണം അല്ലെ. അവർ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആൻസർ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി എന്താണ് ഈ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ അല്ലെ എല്ലാ കാര്യങ്ങളും അല്ലെ കൃത്യതയോട് കൂടിയിട്ടും അതേസമയം കൃത്യത പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കണം അവിടെ നടപ്പാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ജസ്റ്റ് ആ ഒരു കഴിവുകൾ അല്ലെ, ഓർഗനൈസേഷൻ സ്കിൽസ്, attention to detail and excellent communications അല്ലെ. അവിടെ 2-3 പോയിന്റ്സ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ ഏതൊരു കാര്യമാണെങ്കിലും ഓർഗനൈസേഷനിന് നന്നായിട്ട് ചെയ്യാനായിട്ടില്ലേ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കേണ്ടതൊക്കെ നടപ്പാക്കണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷൻ പവർ എടുക്കാനുള്ള ഒരു ശേഷി കാണണം. എന്താണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും നടപ്പാക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നല്ലൊരു കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അദ്ദേഹത്തിന് അതൊന്ന് നോട്ട് ചെയ്യുക. സ്ട്രോങ് ഓർഗനൈസേഷൻ സ്കിൽ ആവശ്യമാണ്. Attention to details and excellent communication skills are necessary for the success in this forum. Okay, അല്ലേ? അടുത്ത ഒരാളാരാണോ? കസ്റ്റമർ സർവീസ് വരെ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ട പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ വിശേഷിപ്പിച്ചു. അടുത്തൊരു നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ജോബ് ആരാണ്? മെഡിക്കൽ സെക്രട്ടറി ആണ്. ഓക്കെ, അദ്ദേഹത്തിന് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഞാൻ തന്നെ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മെഡിക്കലുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലെ. അവിടെയുള്ള ഡോക്ടേഴ്സിന് സേവനങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ടുള്ള കലണ്ടർ അല്ലെ ഓരോ പേഷ്യൻസിനെ അനുസരിച്ചിട്ട് ഡോക്ടർമാരുടെ സമയക്രമങ്ങളെല്ലാം ക്രമീകരിക്കുക, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സമയക്രമം അനുസരിച്ചിട്ട് പേഷ്യൻസിനെ കടത്തിവിടാനായിട്ടുള്ള ഒരു ഇത് അല്ലെ. എല്ലാ തരത്തിലും
ആ ഒരു ഏരിയയില് മെഡിക്കൽ ഫീൽഡ് ഏരിയകളിൽ എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രൊസീജിയർ നടത്തുന്നത് മെഡിക്കൽ സെക്രട്ടറി ആണ്. The medical secretary will execute the secretarial duties using a specific knowledge of medical terminology and hospital clinical laboratory procedures. Okay, നമുക്കറിയാം മെഡിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുമ്പോഴല്ലേ ടെർമിനോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അബ്രിവേഷൻ രീതിയിലായിരിക്കും അവർ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത്. സോ നല്ലൊരു നോളജ് അല്ലേ, എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള നോളജ് മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം. സോ എന്താണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വിവരം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അതായത് മെഡിക്കൽ ടെക്നോളജി ആയി ബന്ധപ്പെട്ടത് പിന്നെ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ലബോറട്ടറി പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റലാണെങ്കിലും അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്ന സ്ഥാപനമാണെങ്കിലും അവിടത്തെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സ് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ ഡോക്ടർ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് രോഗിയെ പരിശോധിക്കുന്നു, ആ പരിശോധനയുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അയക്കുന്ന ലബോറട്ടറി കാര്യങ്ങളിലേക്കൊക്കെ മറ്റു ഏതെങ്കിലും ടെക്നീഷ്യന്മാരായിട്ട് സേവനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും എന്താണ് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം അവിടെ നടത്തിക്കൊണ്ടുവരുന്നു. അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതാണ്. തീർച്ചയായിട്ടും എവിടെയെങ്കിലൊക്കെ ഈ പറയുന്ന പേഷ്യൻസിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ അവരെ ഡോക്ടർ നിർദ്ദേശിച്ചു ഇല്ല അതിലേക്ക് വിടണമെന്ന് നിർദ്ദേശിച്ചു, പക്ഷെ അവരെ കൊണ്ടുപോകാനായിട്ട് തടസ്സങ്ങൾ നേരിടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വർക്കുകൾ ശരിയാക്കി കിട്ടിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം മെഡിക്കൽ സെക്രട്ടറി അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്തു കൊടുക്കും. നമുക്ക് റെപ്രസെന്റേറ്റീവ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ് helps with scheduling, receiving and announcing schedules, scheduled patients and procedures. Okay, നമുക്കറിയാം ഷെഡ്യൂൾ ക്രമങ്ങൾ പറയുമ്പോൾ ആദ്യം ബുക്ക് ചെയ്തതനുസരിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ ക്രമം എവിടെയും ഉണ്ടാവും അല്ലെ, അതനുസരിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സിനെ കാണാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് റെപ്രസെന്റേറ്റീവ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, അതായത് നമ്മളിപ്പോ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവര് അല്ലെ കൃത്യമായിട്ട് ആ ഡോക്ടറിന്റെ സമയക്രമം അവിടെ കൊടുത്തിരിക്കും അല്ലെ, ഇന്ന ഡോക്ടർ ഇപ്പൊ ഇത്ര നമ്പറാണ് ഇന്ന ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ, ആ ഡോക്ടറെ നമുക്ക് ഇന്ന സമയം നമുക്ക് നമ്മുടെ ചീറ്റിന്റെ നമ്പറിന്റെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ അവിടെ റെപ്രസെന്റ് ചെയ്ത് സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും. ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിങ്, receiving and announcing scheduled patients and procedures. ഓക്കെ, നമുക്കറിയാം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഈ പറഞ്ഞ ഈ ഒരു ഫിസിഷ്യനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ക്രമീകരിച്ചിട്ട് അല്ലെ അവിടെ ഡോക്ടറെ കാണാനായിട്ട് തിക്കും തിരക്കുകളൊന്നും ഉൾപ്പെടാത്ത തരത്തില് നല്ലൊരു ക്രമീകരണം നടത്തിയിട്ട് ഡോക്ടറെ കാണാനായിട്ടുള്ള ഒരു സാഹചര്യം അത് ലഭ്യമാക്കുന്നത് മെഡിക്കൽ സെക്രട്ടറിയാണ്. എന്താണ് റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഓക്കെ, നമുക്കറിയാം പേഷ്യൻസിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് വിസിറ്റേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും ഒരു ബൾക്കായിട്ട് ഒരു ഓവർക്രൗഡായിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഡോക്ടറിനെ അനുസരിച്ചുള്ള രീതിയിൽ മാത്രമാണ് അവിടെ നമുക്ക് അറിയാം അവിടെ അല്ലെ ഒരു വെയിറ്റിംഗ് ഏരിയയിലേക്ക് നമുക്ക് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള റിസീവിംഗ് കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് മെഡിക്കൽ സെക്രട്ടറിയാണ് അല്ലെ. റിസീവിംഗ് ആൻഡ് എന്താണ് റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഓരോ സമയം അനുസരിച്ചിട്ട് അവരുടെ ഷെഡ്യൂൾ പേഷ്യൻസിന്റെ വിസിറ്റേഴ്സിനെ ഒക്കെ കാണുന്ന സമയക്രമമൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ കാണിച്ചിരിക്കും. പിന്നെ ഡോക്ടറെ കാണിച്ചിരിക്കും, ആ ഡോക്ടറിന്റെ ഇത്ര നമ്പർ ആണെന്ന് കാണിച്ചിരിക്കും. നമ്മൾ ഏത് നമ്പർ കാണോ അപ്പൊ അതനുസരിച്ചിട്ടാണ് ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് സാഹചര്യം ഒരുക്കി തരുന്നത്. ഹെൽപ്പ് ഓഫ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ഓക്കെ, നമ്മളിപ്പോ പേഷ്യൻസിന് ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി അതുമാതിരി തന്നെ ഫിസിഷ്യൻസിന് അവരുടെ ഡെയിലി വർക്കുകൾ അത് കൈകാര്യം ചെയ്താൽ കൊടുക്കാനായിട്ടുള്ള അവസരങ്ങളും നമ്മുടെ മെഡിക്കൽ സെക്രട്ടറി അറേഞ്ച് ചെയ്ത്, കാരണം ഇത്തരം പേഷ്യൻസ് ആണ് വരുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും. കളക്ട്സ് പേഷ്യൻസ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യൻസ് റെക്കോർഡ്സ്. ഓക്കെ, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് അല്ലെ വിവരങ്ങളെല്ലാം തന്നെ അത് കളക്ട് ചെയ്ത് ശേഖരിച്ചിട്ട് അത് എന്താണ് പേഷ്യന്റ് റെക്കോർഡിൽ കീപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ റിപ്പോർട്ട്സുകളും റെക്കോർഡിലൊക്കെ മസ്റ്റായിട്ട് അവിടെ കീപ്പ് ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. ഇത് ഇങ്ങനെയുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ കിടപ്പ് രോഗികളാണെങ്കിലും എന്താണെങ്കിലും തീർച്ചയായിട്ടും ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്ത് റെക്കോർഡ്സിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. Physician productivity by maintaining current.
ഓക്കെ, നമുക്കറിയാം ഈ ഡോക്ടർ രോഗികളെ പരീക്ഷിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു കാലണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത പ്രകാരം ഫിസിഷ്യന് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. അതേമാതിരി തന്നെ പ്രൊഡ്യൂസ് പ്രൊസീജിയറൽ ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷന് പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. ഓക്കെ, നമുക്കറിയാം പല നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അത് ചിലപ്പോ എല്ലാം തന്നെ മനസ്സിലാക്കി കിട്ടണമെന്നില്ല. സോ എന്താണ് ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം വ്യാഖ്യാനിക്കാനായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് അല്ലെ ക്രിയേറ്റീവ് സമ്മറൈസ്, നമുക്കറിയാം ചുരുക്ക പ്രതിപാദങ്ങൾ അല്ലെ, അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ. എന്താണ് നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക, മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക, അതനുസരിച്ച് അതേപോലെ തന്നെ സമ്മറൈസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രൊസീജിയറൊക്കെ ഉള്ളത് അല്ലെ ആര് നിഷിദ്ധമാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ ആളുകൾ നിഷിദ്ധമാണ്. Then provide a historical reference by a progressing and utilizing a filing and retrieval system. Okay, നമുക്കറിയാം ഒരു ഡോക്ടറിനെ നമ്മൾ പല പ്രാവശ്യം കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇല്ലേ? നമ്മള് ഒരു പ്രാവശ്യം രോഗം വന്നു കഴിഞ്ഞാൽ ഒരു പ്ലേസിൽ ഡോക്ടറെ കണ്ടു, വീണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് അല്ലെ ഒരു ഹോസ്പിറ്റലാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ അവിടെ വീണ്ടും പോകും. പോകില്ലേ? ഓക്കെ, പോകും അല്ലെ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് റെക്കോർഡിങ്ങിൽ നമ്മൾ ഓരോ പ്രാവശ്യം പോകുന്നതനുസരിച്ചിട്ട് തന്നെ അത് കീപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ അവിടെ കീപ്പ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ നമ്മൾ കാണുകയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെല്ലാം തന്നെ അത് അല്ലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറിന് വേണമെങ്കിൽ ഹിസ്റ്ററി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അല്ലെ ഒരു പേഷ്യന്റ് കയറുമ്പോൾ അവരുടെ ഹിസ്റ്ററി ഒന്ന് നോക്കാം അല്ലെ, ഏതൊക്കെ മെഡിസിൻസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ അല്ലെ റിയാക്ഷൻസ് എത്രത്തോളമാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്, എന്താണ് നമ്മൾ പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം. അപ്പൊ റെഫറൻസുകളൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റെഫറൻസുകളൊക്കെ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ എന്താണ് റിട്രൈവൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അപ്ഡേഷൻ നടത്തുകയാണ് അല്ലെ, ഒരു പുനഃപരിശോധനകൾ നടത്തുകയെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഫയൽ പുനഃപരിശോധന നടത്തുന്നു, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അതിന് ഉൾക്കൊള്ളിക്കുകയാണ് അല്ലെ. അത് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഈ ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള യൂട്ടിലൈസേഷൻ കൊണ്ട് നടപ്പാക്കാൻ സാധിക്കും. സെക്യൂർ ഇൻഫോർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്പ്. ഓക്കെ, നമുക്ക് അറിയാം സുരക്ഷിതമായിട്ട് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ സൂക്ഷിക്കണം അല്ലെ. നമ്മൾ അവിടെയും പറഞ്ഞു ഇവിടെയും മെഡിക്കലായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും വെളിപ്പെടുത്തത്തക്ക വിധത്തിലല്ല, സുരക്ഷിതമായിട്ട് തന്നെ അത് സൂക്ഷിക്കണം. എല്ലാ തരത്തിലുള്ള ഡാറ്റാബേസ് ബാക്കപ്പുകളും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരിക്കലും ഒന്നും വിട്ടുപോകരുത് അല്ലെ. ഇപ്പൊ ടെസ്റ്റ് നടത്തി ഒരു മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിൽ അതിന്റെ റിസൾട്ടും കൂടിയും അതിൽ അപ്ഡേഷൻ ആയിട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തു പോകണം. ഓക്കെ, നിങ്ങൾ കുറച്ച് പോയിട്ട് നോക്കാട്ടെ, അത് വെറുതെ തിയറി പാർട്ടാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ച് പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല, ജസ്റ്റ് അതുകൊണ്ട് വായിച്ചു പോവാം. ഓക്കെ.
ഓൺലൈനിലായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് ഓരോ പോയിന്റ്സ് അങ്ങനെ പറയിപ്പിക്കായിരുന്നു. അപ്പൊ നമ്മൾ ബോറടിക്കാതെ തന്നെ ക്ലാസ് മൂവ് ചെയ്തു പോയായിരുന്നു. ഇനി അടുത്ത ഒരു കാര്യം എന്തായിരിക്കും? എല്ലാ കാര്യങ്ങളും സെക്രട്ടറി അത് ഫസ്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുമോ അല്ലെ? അപ്പൊ അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ keep patient confidence and protects operations by keeping information secret. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മെഡിക്കൽ ഹിസ്റ്ററികളൊക്കെ എപ്പോഴും അല്ലെ സീക്രട്ട് ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിരിക്കും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. സോ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അത് കോൺഫിഡൻസ് ആയിട്ട് അല്ലെ കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ആത്മവിശ്വാസം ജയിപ്പിക്കത്തക്ക വിധത്തില് വിശ്വാസയോഗ്യമായി തന്നെ കീപ്പ് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്താണ് അവിടെ വീണ്ടും എന്താണ് മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. ഓക്കെ, അവിടെ ആവശ്യമായിട്ടുള്ള ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്ന് അതൊക്കെ ചെക്ക് ചെയ്യുക. ആ സപ്ലൈസിന്റെ ഒക്കെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അല്ലെ ഇൻവെന്ററി സ്റ്റോക്ക് ഒക്കെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കേണ്ടവരെ അല്ലെ ചുമതലപ്പെടുന്നവരെ അറിയിക്കേണ്ടതാണ്. Then keeps office equipment operational by following operation instructions. Operating instructions അല്ലെ അവിടെ പ്രവർത്തന ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെ നിർദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ മതിയായ രീതിയിൽ തന്നെ എക്യുപ്മെന്റ് അല്ലെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തനാത്മകമായിട്ടുള്ള എക്യുപ്മെന്റിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അതിന്റെ അളവ് എത്രത്തോളമാണ് ആവശ്യകതയെങ്കിൽ അതനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. then എന്താണ് വീണ്ടും എന്താണ് എക്യുപ്മെന്റ് കഴിയുമ്പോൾ മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, നമുക്കറിയാം ഗുണമേന്മയുള്ള ഒരു മെഡിക്കൽ അല്ലെ കാര്യങ്ങൾ സേവനങ്ങളാണ് പേഷ്യൻസിന് ലഭ്യമാക്കാനായിട്ട് പ്രധാനമായിട്ടും മെഡിക്കൽ സെക്രട്ടറി തയ്യാറാവേണ്ടത്. അതായത് നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് മെഡിക്കൽ ആയിട്ടുള്ള ഒരു അനുഭവം അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ. അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ സെക്രട്ടറി വളരെ പ്രതിജ്ഞാബദ്ധരാണ്. സോ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതല്ലേ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെ നല്ല നല്ല മാനദണ്ഡങ്ങളൊക്കെ അല്ലെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ മാനദണ്ഡങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ക്വാളിറ്റി റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് അല്ലെ നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Serves and protect the health care community by sticking professional standards. Okay, നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ്സ് വളർത്തിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു പുതിയ ഫോം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ അല്ലെ എന്ത് സംഭവം വന്നാലും ആ ഒരു പുതിയതിലേക്ക് അല്ലെ എത്തിപ്പെടാനായിട്ട് നോക്കും. ചിലപ്പോ പഴയതിരത്തൊക്കെ അധികം നാളായില്ലെങ്കിലും പുതുമയിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിലും വരുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് അല്ലെ പുതിയ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ അത് ഒരിക്കലും ഉണ്ടായിരുന്നു ഉറപ്പുവരുത്തുക. Then updates job knowledge by participating in the education opportunities like reading professional publications. Okay, നമുക്കറിയാം എപ്പോഴും പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും അല്ലെ. അപ്പൊ സെക്രട്ടറി തലത്തില് ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചിരുന്നതിനാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതും അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അല്ലെ ഹോസ്പിറ്റലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ടത്. സോ എന്താണ് ഇത്തരത്തിലുള്ള ഈ നോളേജ് അല്ലെ അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിൽ അല്ലെങ്കിൽ റീഡിങ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസിലൊക്കെ ഒരു ശ്രദ്ധ അല്ലെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. Then keeps the medical records, technical laboratory and correspondence fields. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രോഗനിർണയവും രോഗത്തിൻ്റെതായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ്സിൽ ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടിങ് ഫയൽസുകളൊക്കെ ഇടാം അല്ലെ. ഈ പറഞ്ഞ എഴുത്തുകുത്തുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ടെസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള ഇതുകളുണ്ട് അല്ലെ. പലതരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞ മാതിരി തന്നെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ അല്ലെ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ടെക്നിക്കും അത് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഉപയോഗിച്ചിട്ട് അതെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. Then perform different clerical and administrative functions under the supervision of physicians. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും അല്ലെ ടെക്നിക്കൽ ലൈബ്രറിയും
കറസ്പോണ്ടൻസ് ഒക്കെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പെർഫോംസ് ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസിന്റെ സൂപ്പർവിഷനിൽ തന്നെ അല്ലെ, നേതൃത്വത്തിൽ തന്നെ അവരുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മേലധികാരികൾക്കാണ് അല്ലെ എന്ത് ഡ്യൂട്ടിയാണ് അവരെ ചെയ്ത് തീർക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യന്റെ അല്ലെ സൂപ്പർവിഷന്റെ അണ്ടറിലുള്ള ഫിസിഷ്യൻ അല്ലെ തീർച്ചയായിട്ടും സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യന്റെ സൂപ്പർവിഷന്റെ മേൽനോട്ടത്തില് അവിടെയുള്ള കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അമേരിക്കൻ സെക്രട്ടറി. തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റിന് അല്ലെ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ ഫിസിഷ്യനാണ് കൊടുക്കുന്നത്. പക്ഷെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു കണ്ണിയായിട്ട് നിൽക്കുന്നതാണ് മെഡിക്കൽ സെക്രട്ടറി. തീർച്ചയായിട്ടും ഒരു ഡയഗ്നോസിസ് നടത്തുമ്പോൾ രോഗനിർണയം നടത്തിയിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. അവരെ ഇത് പേപ്പറുകളൊക്കെ വർക്കുകളൊക്കെ അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വഴി അത് കൈമാറ്റം ചെയ്ത് പോകേണ്ടതായിട്ട് വരും. സോ അതൊക്കെ നമുക്കറിയാം. എപ്പോ ഇത് എന്താണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിൽ വഴിയായിരിക്കും അത് പാസ് ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ എവിടെയെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലെ ക്ലിയർ ഔട്ട് ചെയ്ത് ആ മെഡിക്കൽ സേവനങ്ങളെല്ലാം തന്നെ ഓക്കെ ആക്കി കൊടുക്കുക എന്നുള്ള ഒരു ഇടനാലക്കാരൻ ഡ്യൂട്ടിയാണ് മെഡിക്കൽ സെക്രട്ടറിക്ക് ഉള്ളത്. ഓക്കെയാണോ? ഓക്കെ, ഇവിടെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ. ഹൂ മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്, പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ എവിടെയും നമുക്ക് ഹൂ വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഭാഗമാണ് അല്ലെ. ഇപ്പൊ ഹൂ കീപ്പ് പേഷ്യൻസ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ഓപ്പറേഷൻസ് ബൈ കീപ്പിംഗ് ഇൻഫോർമേഷൻ സീക്രട്ടായിട്ട് വെച്ചുകൊണ്ട് തന്നെ മെഡിക്കൽ സംബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാനായിട്ട് അത് ആരാണ് അത് സൂക്ഷിപ്പിക്കാൻ സ്ഥാനം വഹിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ. കീപ്പ് മെഡിക്കൽ റെക്കോർഡ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. നമുക്കറിയാം മെഡിക്കൽ സെക്രട്ടറിയാണ് ഇതെല്ലാം തന്നെ അല്ലെ മസ്റ്റായിട്ട് തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി പോകേണ്ടത്, അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ടത് തന്നെ സൂക്ഷിച്ചു പോകേണ്ടത്. സോ ആരെങ്കിലും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടികളും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ലഭ്യമാക്കി കൊടുക്കേണ്ടതാണ്. ഓക്കെയാണോ? നിങ്ങൾ വായിച്ചു നോക്കണ്ട. ഏതെങ്കിലും പോയിന്റ് ഡോക്ടറിനെ ചോദിക്കാം. ഇങ്ങനെ തിയറി പാർട്ടാണ്, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകേണ്ടതാണ്. പക്ഷെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകും. ഞാനിങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു പോകുന്നത് കൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നത് അതാണ്. എവിടെയെങ്കിലും പോയിന്റ്സ് നോക്കാം. ഓക്കെ, അടുത്തൊരാളെ കൂടി പരിചയപ്പെടാം. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഏത് പോയിന്റ് വെച്ച് ക്വസ്റ്റ്യൻസ് വരാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. ജോബ് സമ്മറി ആണ് OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറിയാണ് പറയുന്നത്. The outpatient department executives plays an important role in supervising the opportunities of the outpatient department in a hospital. Okay, നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം
ഒരു സൂപ്പർവിഷൻ അല്ലെ, സൂപ്പർവൈസിംഗ് പോസ്റ്റ് ആണ് ഇവിടെ തീർച്ചയായിട്ടും വരുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മേൽനോട്ട ചുമതല അല്ലെ, അതാണ് തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് എന്ന പദവിയിലുള്ള വ്യക്തി നിർവഹിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പറയുന്നുണ്ട്. മാനേജിങ് OPD സ്റ്റാഫ്. എന്താണ് OPD സ്റ്റാഫ് എന്ന് പറയുന്നത്? കഴിയാവുന്നതാണ്, ഞാൻ വെറുതെ നിങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കുന്നതാണ്. OPD വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ ചാപ്റ്റർ വരെ പഠിച്ചിരുന്നാ OPD അല്ലെ, ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആ ഔട്ട് പേഷ്യന്റിന്റെ എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ മാനേജിങ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്, ആ സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ആണ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തിയാണ്. അവിടെ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഔട്ട് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ക്രമീകരിക്കുന്നത് ആരാണ്? ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ആണ്. മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. നമുക്കറിയാം എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും അല്ലെ. അത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആരാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് പദവിയിലുള്ള ആളാണ്. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ പേഷ്യൻസും ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ക്രമീകരണം കൊടുക്കണം അല്ലെ. അവിടെ തടസ്സങ്ങളൊന്നും നേരിടേണ്ടതല്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്കും ക്രമീകരണം കൊടുക്കണം. തീർച്ചയായിട്ടും അവിടെ ഓരോ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് സ്റ്റാഫുകളും വേണം അല്ലെ. മതിയായ ഡോക്ടേഴ്സിന്റെ സേവനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അതിനോട് അസിസ്റ്റ് ചെയ്യാനുള്ള നഴ്സുമാരുടെയൊക്കെ സേവനങ്ങൾ ആവശ്യമാണ്. അതൊക്കെ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുക. കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഈ പേഷ്യന്റിനെ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോ ന്യൂറോ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേഷ്യന്റിനെ അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോ നെഫ്രോളജി കാണണമെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാധ്യതയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളെ ക്രമീകരിക്കണം. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടേക്ക് വരുന്നുണ്ടല്ലേ, ഇന്ന ഔട്ട് പേഷ്യന്റ് ഇന്ന ടൈമിൽ ആ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവോ, ഡോക്ടർക്ക് അവൈലബിൾ ആണോ, ഈ ഡോക്ടർ ഇപ്പൊ ഒരു ഫിസിഷ്യൻ ആണെങ്കിൽ ആ ഫിസിഷ്യനിന് ഒരു ചാൻസ് പറഞ്ഞല്ലേ. അപ്പൊ അവിടെ ക്രമീകരണങ്ങൾ നടത്താനായിട്ട് അല്ലെ, കൃത്യമായിട്ട് ക്രമീകരണങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം എക്സിക്യൂട്ടീവ് പദവിയിലുള്ള വ്യക്തിയാണ്. എന്താണ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലും വിജയിക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുമ്പോഴാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അല്ലെ, അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഇത് പറയുന്നത്. മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്. അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ അല്ലെ കൂട്ടിച്ചേർക്കലോ എന്തെങ്കിലും നീക്കിവെക്കലോ അല്ലെങ്കിൽ അതൊന്നും അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ബഡ്ജറ്റ് അത് അല്ലെ അതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ നീക്കിവെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടും എക്സിക്യൂട്ടീവ് പദവിയിലുള്ള ആളാണ്. ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ വികസിപ്പിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ നടപ്പാക്കി കൊണ്ടുവരിക. എന്തൊക്കെ കാര്യങ്ങളാണ് നിയമങ്ങൾ നടപടിക്രമങ്ങൾ അല്ലെ. നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കല ആയതുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ പഴയ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലെ. പുതിയ രീതികൾ അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോ ആദ്യം നമ്മള് ടെക്നോളജി അധികം യൂട്ടിലൈസ് ചെയ്യാത്ത ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പിന്നീട് യൂട്ടിലൈസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെ അവരുടെ പോളിസി പ്രൊസീജിയേഴ്സിലൊക്കെ നടപടിക്രമങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ അതനുസരിച്ചിട്ടൊക്കെ നടപ്പാക്കുക. Ensuring the smooth functioning of the outpatient department areas. അതായത് അല്ലെ നല്ല രീതിയിൽ നല്ല ഫങ്ഷനിങ് നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ മേഖലകള് അത് ഹാൻഡിൽ ചെയ്യേണ്ട അവര് തന്നെ നല്ല പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും.
സോ അത് ഉറപ്പുവരുത്തേണ്ടത് ഈ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസിന്റെ ഫംഗ്ഷനുകളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. സൂപ്പർവൈസിങ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂളിങ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. വ്യത്യസ്ത തരത്തിലുള്ള കൺസൾട്ടന്റുമാരെയൊക്കെ നമ്മൾ അല്ലെ സൂപ്പർവൈസിങ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ് വ്യത്യസ്ത കൺസൾട്ടന്റുമാരുടെ ഷെഡ്യൂളിംഗ് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ മേലാട്ട് പഠിക്കുക. നമുക്കറിയാം അവിടെ ഒന്നും അല്ലെ സമയക്രമത്തിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വേണ്ടി വരുന്നതാണ്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടൊക്കെ ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. ഓക്കെ, അതേമാതിരി തന്നെ ഡോക്ടറിന്റെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഓക്കെ, നമുക്കറിയാം ഫോമുകളൊക്കെ അല്ലെ ചില ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അല്ലെ സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വല്ല വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതേമാതിരി തന്നെ അത് പരിശോധിച്ച് സൂക്ഷ്മ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കേണ്ടതും എക്സിക്യൂട്ടീവ് പവറിലുള്ളവരാണ്. Then dealing with the complicated issues and reporting to the manager. ഓക്കെ, നമ്മളിങ്ങനെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഹോസ്പിറ്റലൊക്കെ എത്ര പ്രോപ്പറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് പോയാലും അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലും എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവോ? ഉണ്ടാവോ? പ്രത്യേകിച്ച് ഇച്ചിരി കൂടി പ്രശ്നങ്ങൾ അത് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് ഡീലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അല്ലെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോ എന്താ മാനേജർക്ക് അതിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസുകളൊക്കെ നന്നായി ഡീൽ ചെയ്യുക. അതേ മാത്രമേ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ കൃത്യമായി തന്നെ മാനേജറിന് കൈമാറുക. ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഓക്കെ, വരുന്ന പേഷ്യൻസിനെ വിസിറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരോടും നല്ല മര്യാദയോടും കൂടി പെരുമാറണം അല്ലെ. അപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ പേഷ്യൻസിനും വിസിറ്റേഴ്സിനൊക്കെ ഗ്രീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കണം എന്നുള്ളത്. ഡയറക്ടിങ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. നമ്മളിപ്പോ കണ്ടു അല്ലെ, ഡോക്ടർമാരെ കണ്ടു, അപ്പൊ ഡയഗ്നോസിസ് ചെയ്തു, ഇനിയിപ്പോ ലാബിലേക്ക് അയക്കണമെന്നോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്നോ അപ്പൊ ആ ഒരു ടെക്നീഷ്യന്മാരൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷൻസിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നയിക്കാനായിട്ട് ആരാണ് എക്സിക്യൂട്ടീവ് പദ്ധതിയിലുള്ള വ്യക്തി പാകിസ്ഥാനാണ്. രജിസ്റ്ററിങ് ന്യൂ പേഷ്യൻസ്. പുതിയ പേഷ്യൻസ് ആവുമ്പോൾ അവിടെ പേഷ്യന്റിന്റെ പുതിയ രീതിയിൽ തന്നെ പേരുകൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു 15 പോയിന്റ്സ് ആണ് കവർ ചെയ്തത്. എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഞാൻ ആ 3 പോയിന്റും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ചു കൊടുക്കാൻ സമയം തരാം. ഓക്കെ, നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, 16th പോയിന്റ് നോക്കുകയാണെങ്കിൽ ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയർ. ഓക്കെ, നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിനെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ഒക്കെ ഇപ്പൊ നിലവിൽ കൂടേണ്ടതുണ്ടെങ്കിൽ ഇൻകേസ് അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ ചിലപ്പോഴൊക്കെ
അല്ലെ, ചിലപ്പോ ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ട്രെയിനിങ് കോഴ്സ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. പിന്നെ എന്താണ് എൻഷുറിങ് കംപ്ലയൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയർ. ഓക്കെ, അതായത് അവരുടെ ആരോഗ്യവും അതേമാതിരി തന്നെ സേഫ്റ്റി അല്ലെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്, എക്സിക്യൂട്ടീവ് പവർ ഉള്ളവരാണ്. ഓക്കെ, അപ്പൊ ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ് ട്രെയിനിങ് കോഴ്സസ് അവർക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളൊക്കെ അവൈലബിൾ ആക്കണം. അത് മാത്രമല്ല എന്താണ് എൻഷുറിങ് കംപ്ലയൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയർ ആണ്. ആരോഗ്യവും സുരക്ഷയൊക്കെ പാലിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. Furthermore, the outpatient department executive is accountable for checking that everything in the outpatient department are PDF കാണുന്നില്ലേ? തുടക്കം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലല്ലോ? തുടക്കം മുതലേ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണോ പോയത്? കാണാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ 3 പോയിന്റ്സും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കാം. എന്തെങ്കിലും കേൾക്കലായിരിക്കും. ഇതൊന്നും ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. യാണോ? എന്താണെന്നറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ആ 3 പോയിന്റ് കൂടി ഒന്ന് നോക്കാം. എന്താണ് furthermore the outpatient department executive is accountable for checking that everything in the outpatient department area is in its correct place. Okay, അതായത് ഇപ്പൊ ഒന്നല്ലേ നേരത്തെ വന്ന ഓരോ ഷിഫ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാറി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ, ഡ്യൂട്ടി വർക്കേഴ്സ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴ് എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെയല്ല അല്ലെ, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വെച്ച് പോയെങ്കിലൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. And ensuring that there are no items left over by the previous shift receptionist അല്ലെ, ഒരു ഐറ്റംസും ഇവിടെ മറന്നു വെച്ചിട്ടില്ല എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. Then they direct patient to the payment counter to make their case paper, ensuring a smooth and efficient process. ഓക്കെ, നമുക്കറിയാം പേഷ്യന്റിനോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ല ക്ലിനിക്കൽ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അവരുടെ കേസ് പേപ്പറുകളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ അല്ലെ അവർക്ക് ഏതൊക്കെ രീതിയിലാണ് അത് കൈകാര്യം ചെയ്തതെന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കണം. Then ensuring a smooth and efficient
പ്രോസസ് എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ സുഗമമായ രീതിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായ രീതിയിൽ തന്നെ ആ പേപ്പർ വർക്കുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു ഉറപ്പുവരുത്തുകയും വേണം. ഓവറോൾ ദ outpatient department executive is necessary for ensuring that the outpatient department runs efficiently. Okay, മൊത്തത്തില് മനസ്സിലാക്കേണ്ടത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല കാര്യക്ഷമമായിട്ട് തന്നെയാണ് പോകണമെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രൊവൈഡിംഗ് ഹൈ ക്വാളിറ്റി കെയർ ടു പേഷ്യൻസ് while also managing cost and maintaining regulatory compliance. Okay, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് പേഷ്യൻസിന് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് ഗുണമേന്മയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമല്ല while also managing cost and maintaining regulatory compliance. എന്നുവെച്ചാൽ അവിടെ നടപടികൾ ക്രമങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ വരാൻ സാധ്യതകളുണ്ട് അല്ലെ, അതൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാം. അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കിക്കൊണ്ടുവരിക. അത് മാത്രമല്ല കോസ്റ്റുകളൊക്കെ കുറച്ച് പരമാവധി തന്നെ കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ ഫെസിലിറ്റീസ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ പേഷ്യൻസിന് ലഭ്യമാക്കി കൊടുക്കേണ്ടത്. അപ്പൊ ഓവറോൾ ഡ്യൂട്ടി ആർക്കാണ്? ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവിനാണ് അവിടെ ഉറപ്പുവരുത്തേണ്ടതായിട്ട് വരുന്നത്. ഇവിടെയും കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളൊക്കെ വരാം. ഓവറോൾ ഡ്യൂട്ടി അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് പോകുന്നതിന്റെ ആ ഒരു ഓവറോൾ ഡ്യൂട്ടി ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഹൈ ക്വാളിറ്റി ഉള്ള പേഷ്യൻസ്, ഹൈ ക്വാളിറ്റി ഉള്ള സർവീസ് പേഷ്യൻസിനെ ലഭ്യമാക്കി കൊടുക്കേണ്ടതും അത് തന്നെയാണ്. അതിന്റെ ചുമതല ബോധം ആർക്കുണ്ട്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിനുണ്ട്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളാണ്. മനസ്സിലാക്കി തന്നെ വായിച്ചു നോക്കിയാവുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല നമ്മൾ വിവിധ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചു പോയ പോയിന്റ്സുകളൊക്കെയാണ് കുറെ. ഈ ഒരു കൗൺസിലറിന്റെ ഒരു ചാപ്റ്ററിന്റെ ഭാഗമുണ്ട്. ഇതിന്റെ ബേസിക് സ്കിൽസ് വഴി നമുക്ക് എടുക്കാറുണ്ട്. അത് നെക്സ്റ്റ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.